ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ക്രീം ചീസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാലൊന്ന് പിരിഞ്ഞ് കിട്ടും. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് വേണം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരൽപ്പം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു തുണി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ പിരിഞ്ഞ പാലൊഴിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കും. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിന് പകരം വെള്ളമാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഉപ്പ് ചേർത്തോ പഞ്ചസാര ചേർത്തോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രെഡിനകത്തും അതുപോലെ തന്നെ ക്രീം കേക്കിനകത്തൊക്കെ ചേർക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.